അപ്പോൾ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ, പോവുക സാർ. മോളില്ലാത്ത ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല സാർ. ഈ വീട് ഞാൻ സാറിനെ ഏൽപ്പിക്കുക. അതിനെന്താ, ഞാൻ നോക്കാം. ശരി, ഓക്കെ. ഹായ്, ഗുഡ് മോർണിംഗ് അങ്കിൾ. വേണ്ട, വേണ്ടേ? അവരെവിടെ നിന്ന് പോയി? അതെന്താ അങ്കിൾ? അവരെങ്ങനെ ജീവിച്ചവരാ? അതൊക്കെ ഓരോരുത്തരുടെ വിധി, അല്ലാതെ. ആ പെണ്ണിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതെ. ശരി, ഹായ്. കിട്ടണില്ലടാ. ഡാ, നമുക്ക് ഈ വീട്ടിൽ ചോദിച്ചാലാ? എവിടെ? ഈ വീട്ടില്? ഈ പൂട്ടിയിട്ടേക്കണ വീട്ടില്? എന്തുവാ? എടാ ഇല്ലടാ, ഞാൻ ഒരാളെ അവിടെ കണ്ടടാ. എടാ കിട്ടി. ഹലോ സാർ, ഞങ്ങളാ ഈ വീടിൻ്റെ കാര്യത്തിന്. ഞാൻ ദാ എത്തി. ആ, സാർ, അപ്പുറത്തെ വീട്ടിൽ ആളില്ലേ സാർ? ആരും ഇല്ലല്ലോ. അത് അവരിന്ന് രാവിലെ എവിടെയോ പോയതാണ്. അവരിനി വരുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. എടാ അല്ലടാ, ചുമ്മാ. വാ, നമുക്ക് റൂമെല്ലാം ഒന്ന് കാണാം. ആയിരിക്കേ. വീടെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. ആ, പിന്നെ ഈ കാറ് അപ്പുറത്തെ വീട്ടിലാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ, ഇവിടെ കിടക്കട്ടെ. അത് കുഴപ്പമില്ല. പിന്നെ വീട് വൃത്തിയായി സൂക്ഷിക്കണം.
ശരി. വീടൊക്കെ കൊള്ളാല്ലേ? ഓ എൻ്റെ വീടിൻ്റെ എത്ര പോരാ. ഏത് മറ്റേ കഴുക്കോലിൻ്റെ അർത്ഥമില്ലേ? കൊല്ലുതായി. ലൈറ്റ് എങ്കിലും ഒന്ന് ഇട്ടുകൂടെടേ. ചുമ്മാ അളിയ വാടാ, പോയി കുപ്പി എടുത്തിട്ട് വരാം. എന്നാ പിന്നെ അതെങ്കിലും എന്തോന്നറിയോ? എങ്ങനെ പോവാൻ പോട്ടു. ഹലോ. ആ ഞാനാണ്. ആ സാർ പറഞ്ഞോ. അവിടെ ഓപ്പോസിറ്റ് വീട്ടിലെ ആ. താക്കോല് ഞാൻ ആ ടേബിളിന് പുറത്ത് വെച്ചായിരുന്നു. അവിടെ ഉണ്ടോന്ന് നോക്കിയേ. അളിയ താക്കോലുണ്ടാ നോക്കി. ഒരു മിനിറ്റേ. ഇതാണോ? ആ സാർ ഇവിടെ ഉണ്ട്, സാർ ഇവിടെ ഉണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ വെച്ചേരെ. ആ നാളെ ഞാൻ വന്ന് വാങ്ങിക്കോളാം. ഓക്കെ ഓക്കെ. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്നാലും അതാരായിരിക്കും? ഡാ, നീ ഇതുവരെ അതൊന്നും കളഞ്ഞില്ലേ? ആ സാറ് പറഞ്ഞതല്ലേ അവിടെ ആരും ഇല്ലെന്ന്. പോയെന്ന് ഫ്രഷായേ. അല്ലടാ, ഞാൻ വീട്ടിൽ ആരെയോ. അവിടെ ആരും ഇല്ല, നീ പോയി ഫ്രഷായേ. ചെല്ല് പോ. കിട്ടിയാടാ? പിന്നെ അല്ല അക്ഷയ പോയ കിട്ടാതിരിക്കോ? എന്നാണ് ഈ വയസ്സായി കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഈ മണ്ടയുടെ കാര്യം പോയി കുപ്പി എടുത്തോണ്ട് വാടാ. ഓ ഐസേ. ഒരു മിനിറ്റ് വെയിറ്റ്. വെള്ളമടിച്ച് കിറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം. ഇതാര് തുറന്നിട്ട? നേരത്തെ അടഞ്ഞല്ലായിരുന്നു. ആ അടച്ചേക്കാം. അങ്ങോട്ട് പോ. ഇത് മാത്രമേ ഉള്ള സോഡാൻ ഗ്ലാസ്സാ? അയ്യോ ഒരു മിനിറ്റ്. ഞാൻ വന്ന് എടുക്കണോ? പോയി എടുത്തിട്ട് വാടാ. എടുക്കടാ. ഗോപുരങ്ങൾ. ഇത് ഞാൻ നേരത്തെ അടച്ചതാണല്ലേ. പണ്ടാരം. ഇന്ന് ഞാൻ പൊളിക്കും. ഗ്ലാസ് വന്ന് വന്നാ അങ്ങോട്ട് എന്നാ പേടി. പൊട്ടല്ലേ പൊട്ടല്ലേ. തോട പൊട്ടിക്ക് തുടങ്ങാം. ഞാൻ പഠിക്കാം. രസമുണ്ടാ നോക്കടേ. അല്ല അല്ല കോറില്ലടാ. ഇതില്ല, തീർന്നു. അക്ഷയ് ഡാ ആരോമലേ എണിക്കടാ എണിക്കടാ ഡാ. അക്ഷയ് ആരോമലേ എണിക്കടാ ഡാ. ഡാ ഡാ അവിടെ ആരും ഉണ്ടോ? എടാ ആ റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നടാ. ഇവൻ എന്തരടാ ഇന്നലെ തൊട്ട് തുടങ്ങിയ? എണീറ്റേ, ഇന്നത്തോടെ അവൻ്റെ സംശയം തീർത്തു കൊടുക്കണം. വാ.
എനിക്ക് വാടാ. എന്നോട് പിടിയടാ. അയ്യോ ഒന്ന് വാടേ. എവിടെ പോകുന്നടാ ഈ രാത്രി? എൻ്റെ തന്ത അപ്പുറത്ത് വന്നിരിക്കണ, വാ പോയി നോക്കിയിട്ട്. എൻ്റെ തന്തി? ഹലോ അച്ഛാ, എവിടേക്കാണ്? വീട്ടിലാ? ഏത് വീട്ടിൽ? ഉഫ്. ഓ, ഇന്നത്തേക്കായി. ഇവന്മാര് വെറുതെ പോണോ? ഇവിടെ എത്തിപ്പെടുത്താൻ തന്നെ. സ്വന്തം വീട് കണക്കാണ് കയറി പോകുന്നത്. ഇവിടെ കുത്തിപ്പൊളിക്കാൻ തന്നെ. വാ. ഇവിടെ പോവാ. അക്ഷയ്, ഞാൻ വരുന്നടാ. അയ്യോ അക്ഷയ്, നീ ഇവിടെ ഇരിക്കുന്ന? നീയല്ലേ നേരത്തെ മേളിലോട്ട് കയറിപ്പോയ? ചത്താലും ശരി, ജീവിച്ചാലും ശരി, ഒന്നിച്ച്. അക്ഷയ്, നീ എവിടെ പോയിരുന്നു? ചത്തില്ലേ? അയ്യോ, നന്നായി. സൗണ്ട് കേൾക്കണം. ഇവിടെ ഇരിക്കുകയാണല്ലേ എന്നെ അവിടെ കളഞ്ഞിട്ട്. അയ്യോ, നിന്നോട് ആരെ നേരത്തോണ്ട് വരാൻ പറഞ്ഞു? വേണ്ടാരെ, ഇതിന്റെ ഒരു എന്തെല്ലാം പൊല്ലാ പോണ ദൈവമേ. ഈ ബുക്ക് നമ്മളെടുത്തല്ലടാ, പിന്നെ നമ്മളെ കൊണ്ട് എടുപ്പിച്ചതാ. ആര്? ഇതിലെന്തോ ഉണ്ട്. നീ അത് തുറന്നും കൂടെ കൊടു. ഇങ്ങോട്ടൂടെ എന്തെങ്കിലും വന്ന് കയറട്ട്. വരട്ട് വരട്ട്. നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എൻ്റെ തന്ത അവിടെ ഇല്ലെന്ന്. നീയല്ലേ തള്ളി കയറി തുറന്നത്, ബ്ലഡി ഫുൾ. എന്തായാലും ഞാൻ ഇത് തുറന്നു നോക്കാൻ പോവാ. എത്തിയ ഇന്നെങ്കിലും വല്ല നടക്കൂ. അവളെന്തായാലും തിരിഞ്ഞു നോക്കും, എനിക്ക് ഉറപ്പുണ്ട്. നടന്നാ മതിയായിരുന്നു. വന്നടാ. എന്തൊക്കെയായിരുന്നു. അവള് വരെയും ചെയ്തു, നിൽക്കുകയും ചെയ്തു, പോവുകയും ചെയ്തു. കഷ്ടം തന്നെ. നമ്മളെ തന്നെ കളി. നേരത്തെ എത്തിയ? ഓ, നീ എവിടെ പോയിരുന്നു? പോടാ.
അവനെ നിനക്കറിയാമോ? ആരാടാ? പറഞ്ഞ കാര്യം എന്തായി? അതെ, ഇപ്പോഴൊന്നും കിട്ടിയില്ല. നീ മാറി എനിക്ക് പോകാം. അളിയാ സീനാണല്ലടേ. വാടാ, ഞാൻ തരാടാ റിപ്ലൈ. നീ പോ. അളിയത് പിടിച്ചാണ്. ഏടാ എഴി ഏടാ. അളിയാ ഇവൻ ഇവിടെ വെച്ച് റിപ്ലൈ കൊടുക്കണം, അപ്പുറത്തുണ്ടേ കൊടുത്താൽ മതി. റിപ്ലൈ ഒന്നും വേണ്ട. നീ നമ്മുടെ ഏരിയ വന്നിട്ട് റിപ്ലൈ ഇട്ടാ നിങ്ങൾ പോയാലേ? അവൾ എന്റെ പെണ്ണ. ഇനി ഏരിയയിലോ അവളുടെ പുറകെയോ നിന്നെ കണ്ട പോ. പോടാ പോടാ. കാരണം വണ്ടിയിൽ എടുക്കടാ. എടുത്തോണ്ട് പോടാ. പോടാ ഓട്ടോ വണ്ടി. ഉച്ചയായാലും കിട്ടൂലടേ. അതെനിക്കറിയാം. ഇങ്ങോട്ട് എന്തോ നാടേ കണ്ടില്ലല്ലോടാ. വരും. എടാ ഇന്നലെ ഇത്രയും ചെയ്തിട്ട് ഒരു താങ്ക്സ് പോലും പറയാതെ പോയവളാണ്. അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കാഷ്ട അവൻ്റെ ഒരു അഴിഞ്ഞ പ്രേമം. കാണുന്നില്ലല്ലോ. വരുന്നു പ്രേമം പോലും. ഒന്നും നോക്കില്ലല്ലോ. അരുൺ, താങ്ക്സ്. ലിയല്ലേ? ഞാൻ അരുണിൻ്റെ അമ്മയാ. ആ വരൂ അമ്മേ. വാ അമ്മേ, അകത്തോട്ടിരിക്കാം. ഇവിടെ അച്ഛനും അമ്മയും എവിടെ പോയി? അവര് ഡ്യൂട്ടിക്ക് പോയേക്കാം അമ്മേ. വരാൻ കുറച്ച് വൈകും. എന്താ അമ്മേ? മോളോട് കുറച്ച് തനിച്ച് സംസാരിക്കാനുണ്ട്. എന്താ അമ്മേ? മോളെ, അരുണിന് ഗൾഫിൽ പോകാൻ ഒരു വിസ ശരിയായിരിക്കുകയാണ്. മോക്കറിയാലോ അരുണിൻ്റെ അച്ഛൻ മരിച്ചിട്ട് അവനെ അവൻ്റെ അനിയത്തിയെ എങ്ങനെയാ വളർത്തിയതെന്ന്. ദൈവസഹായം കൊണ്ടാ അവനിപ്പോൾ ഒരു ജോലി ശരിയായി കിട്ടിയത്. മോള് കാരണം അവനിപ്പോൾ അത് വേണ്ടാന്ന് വെക്കുക. മോളായിട്ട് തന്നെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഇതൊരു ഹലോ. ഹോ, നീ ഇപ്പോഴെങ്കിലും ഫോൺ എടുത്തല്ലോ. എത്ര നേരം കൊണ്ട് വിളിക്കുക. നിന്റെ പിണക്കമൊക്കെ മാറിയോ? നീ നാളെ എന്നെ ഒന്ന് കാണാൻ വരണം. എനിക്കൊരു കാര്യം പറയാൻ. പിന്നെ എന്തായാലും വന്നിരിക്കും. അപ്പൊ നാളെ രാവിലെ കാണാമേ. ബൈ. അതവനല്ലേ? ആ റിപ്ലൈ കാരൻ പിന്നെ വന്നടാ. ഇറങ്ങളിയാ. നിനക്കെന്ന് കിട്ടിയെന്ന് പോരെ, പിന്നെ റിപ്ലൈ ചോദിച്ചോണ്ട് ഇറങ്ങിയിരിക്കണ. നിന്നോട് കാണണമെന്നല്ല പറഞ്ഞത്. പോടാ. നീ കൂടുതൽ ഷോയൊന്നും വേണ്ട. അവള് പറഞ്ഞിട്ട് തന്നെ വന്നേ. അവള് വിളിച്ചിട്ടല്ലേ നീ വന്നത്? അവള് വരട്ടെ. അവള് വിളിച്ചിട്ടല്ല നീ വന്നെങ്കിൽ നീ വന്ന പോലെ ആയിരിക്കില്ല തിരിച്ചു. പോടാ, നമുക്ക് നോക്കാം. നീ എന്താ താമസിച്ചേ?
അവൻ പറഞ്ഞ കേട്ടില്ലേ, നീ വിളിച്ചിട്ടാണ് അവൻ വന്നേന്ന്. ഇവനെ ഒന്ന് നോയിക്കോ. എന്തായാലും പൊളിച്ചു തീയാ. അവന്മാർക്ക് ഇനി ഇതിൽ കൂടുതൽ വേറെ പണി കിട്ടാല്ല. അരുൺ, ഞാൻ നോക്കിയിട്ട് നിന്റെ അമ്മയെ സഹായിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയും കാണുന്നില്ല. എടാ, ഇതിലൊരാളുടെ ഫോട്ടോ എവിടെ നോക്കട്ടെ. ഇത് അരുണായിരിക്കും. എന്നാലും പാവം തന്നെ അല്ലടാ ദിയ. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ. എടാ, നമ്മൾ വിചാരിച്ച ധീര സത്യസന്ധ അരുണിനെ അറിയിക്കാൻ പറ്റും. നമുക്ക് ഈ ഡയറി അരുണിനെ ഏൽപ്പിച്ചാലോ? എടാ പോടാ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇന്നത്തോളം നിർത്തിക്കോണല്ല. ഓ, പ്രായത്തിനെ സഹായിക്കാൻ നടക്കുന്നു. ഡാ എണീക്കടാ, ഡാ 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 ആരാമല്ലേ, എണീക്കടാ. ഡാ ഡയറി കാണുന്നില്ല. അത് അവസാനം എവിടെയാ വെച്ചത്? ഡാ ആളി വെച്ച് ഇപ്പൊ കാണുന്നില്ല. വാ നോക്കാം. നമുക്ക് ടെറസിന് വേണ്ടി പോയി നോക്കിയാലോ, ചിലപ്പോ അവിടെ കാണുമെങ്കില. വാ നോക്കാം. ഇതായിരിക്കണ്ട. ഇതിലെന്തോ എഴുതിയിരിക്കുന്നു. ഞാൻ ദിയ, എനിക്കൊരു സഹായം ചെയ്യണം. ഈ ഡയറി ഒന്ന് അരുണിൻ്റെ കയ്യിലെത്തിക്കണം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഇന്ന് തന്നെ ഈ ഡയറി അരുണിൻ്റെ കയ്യിൽ എത്തിക്കണം. ഇതോടെ ഈ പ്രശ്നം തീരട്ടെ. സാറ് വേണ്ട, താക്കോല് മേടിക്കാനായിരിക്കും. വാ വാ, താഴോട്ട് പോ. ഹായ്, ഗുഡ് മോർണിംഗ്. സാർ ഇരിക്കും സാർ. ആ, അതാ സാർ താക്കോല്. താങ്ക് യു. സാർ ഒരു മിനിറ്റ്. ഈ ഫോട്ടോയിൽ കാണുന്ന പയ്യനറിയോ? ആ, ഇത് അരുണല്ലേ? ആ, അരുൺ തന്നെ. കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? ആ, നേരത്തെ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു മെമ്പറായിരുന്നു. ഞാൻ ഒന്ന് നോക്കട്ടെ. നമ്പർ എൻ്റെ കയ്യിൽ കാണും. ഇതാണ് നമ്മുടെ അരുണിൻ്റെ നമ്പർ. ഇതാണ്. നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയേ. ഇവിടെ നോട്ട് ചെയ്താണ്ടോ? താങ്ക് യു സാർ. ഓക്കെ, ശരി, താങ്ക് യു. നമ്പർ കിട്ടിയല്ലോ, ഇപ്പൊ തന്നെ വിളി.
ഹലോ 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 അരുണല്ലേ? അതെ, ആരാ? എൻ്റെ പേര് രോഹിത് എന്നാണ്. എനിക്ക് ചേട്ടനൊന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. ഒരു കാര്യം പറയാൻ. അതിനെന്താ, എവിടെ വെച്ച് കാണണം? എടാ എവിടെ വെച്ച് കാണാൻ? കൊല്ലം ബീച്ച് വരാൻ പറ. കൊല്ലത്ത്. ഹലോ, ഇന്നൊരു 10 മണിക്ക് കൊല്ലം ബീച്ച് വെച്ച് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും കാണാം. ഓക്കെ. ആ ശരി ശരി ശരി. എടാ വാടാ, പെട്ടെന്ന് നോമ്പാ. എഴീച്ചു പാടി. അളയെ ഞാൻ വരുന്നില്ലേ, നിങ്ങൾ പോയിട്ട് വാ. നെഞ്ചിനുള്ളിൽ നീയാണ് തേനാണ് പൂവാണ്. ശകലം തട ശകലം തട. ഇല്ല, നീ വരുന്നില്ലല്ലോ. ഉറപ്പ് തന്നെയല്ലേ? ഫുൾ ജാസോടെ വാങ്ങിച്ചേടാ. വാടാ. എനിക്കൊന്നും വയ്യ, നിങ്ങൾ പോയിട്ട് വാ. അവൻ വരുന്നില്ലേ? വേണ്ട, അവിടെ ഫോണിൽ കുത്തി കിടക്കട്ട്. വാടാ നമുക്ക് പോവാം. ഡാ എന്താടാ? എന്നാ വണ്ടിയിട് പണേ. ഞാൻ അരുണെന്ന് വിളിച്ചോ. ഹലോ, അരുൺ ചേട്ടനല്ലേ? നമ്മളെവിടെ എത്തി? എവിടാ? എവിടെ? ഹായ്. എന്താ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞ്? ചേട്ടനൊരു ദിയെ അറിയോ? എനിക്ക് അവളെ കാര്യമൊന്നും കേൾക്കണ്ട. എന്താ? എന്നാലും ദിയ പറഞ്ഞാലും നമ്മൾ ചെയ്തല്ലേ.